ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തോതിൽ ബഹളം വെക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ അങ്ങനെയല്ല. അദ്ദേഹം വളരെ പതിഞ്ഞ താളത്തിൽ പ്രവർത്തിക്കുകയും ഒരു ക്ലിനിക്കൽ സംഘാണ് അദ്ദേഹം. അപ്പോൾ ഏത് പണി എവിടെ എടുക്കണം ആ പണി മാത്രമേ അദ്ദേഹം ഇടൂ. അതിന് പുറത്തേക്കുള്ള ഒച്ചപ്പാടൊന്നുമില്ല. അദ്ദേഹം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് പിണറായി വിജയനെ കൈകൂപ്പും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൈകൂപ്പും, പുഷ്പങ്ങൾ സമ്മാനിക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അത്രമേൽ വളരെ പ്ലസൻ്റായിട്ട് ഇടപെടുകയും സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എടുക്കേണ്ട പണി എവിടെ എടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നോക്കൂ, പി പ്രസാദ് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഞങ്ങൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു, രാജ്ഭവനിൽ സംഘടിപ്പിക്കാൻ, മന്ത്രിമാർക്ക് വരും. അപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ തലേദിവസം വന്നിട്ടുള്ള ഉത്തരവിനകത്താണ്, ഈ കുറിപ്പിനകത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഭാരതാംബ എന്ന പേരിലുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. നേരത്തെ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാജ്ഭവൻ്റെ സെൻട്രൽ ഹാളിൽ നേരത്തെ ആ പടം ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു പടം. കാരണം ഈ ഭാരതാംബ എന്നു പേരുള്ള ഈ കയ്യിൽ കാവിക്കൊടി ഭഗവദ്ധ്വജമേന്തിയ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന, നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊന്നുമല്ല, വലിയതോ മാപ്പ് ശ്രീലങ്കയ്ക്ക് അതിനകത്തുണ്ട്. ആ മാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രൂപം വരച്ചിരിക്കുകയാണ്. അത് ഭാരതാംബ ആണെന്നാണ് RSSകാർ പറയുന്നത്. അപ്പോൾ അതിൽ പുഷ്പാർച്ചന നടത്തുക, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ നടത്തിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായ ആൾ വന്നിട്ട് അതിൽ പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോഗ്രാഫും പുറത്തു വരിക, അതായിരുന്നു ഇന്നത്തെ RSSൻ്റെ ലക്ഷ്യം. RSS സ്വപ്നം കണ്ട ഒരു ദിനമായിരുന്നു. അത് വേണ്ട എന്ന് CPIയുടെ മന്ത്രി തീരുമാനിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തന്നെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് പറയുന്നു. ഗവർണർ അവിടെ വന്നാൽ ഇങ്ങനെ നടത്താൻ പറ്റുള്ളൂ, രാജ്ഭവനിലെ പരിപാടി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ് എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, അതിന് പി പ്രസാദ് ഒരു മറുപടി പറയുന്നുണ്ട്. അതായത് RSSകാരുടെ ഭാരതാംബ ഇന്ത്യയുടെ ഭാരതാംബയല്ല. ഇന്ത്യക്ക് ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതായി കുറേ ആൾക്കാർ വിശ്വസിക്കുകയും അതിനെ ആളുകൾ വലിയൊരു സംഗതിയാക്കി ഉയർത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് അമ്മ എന്ന നിലയ്ക്കുള്ള സ്നേഹമല്ല, അത് നമ്മുടെ മാതൃരാജ്യം എന്ന നിലയ്ക്കുള്ള സ്നേഹമാണ് അതിനോട് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജന്മഭൂമിക എന്നതിൻ്റെ സ്നേഹമാണ്, രാഷ്ട്രത്തോടുള്ള സ്നേഹം, രാജ്യത്തിൻ്റെ ഭരണഘടനയോടുള്ള സ്നേഹം, ബഹുസ്വരതയോടുള്ള സ്നേഹം, എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം, അതാണ് രാഷ്ട്രത്തോടുള്ള സ്നേഹം. അല്ലാതെ അതിനെ ഒരു ദൈവികമായ കോൺസെപ്റ്റാക്കി, ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു ദൈവികമായ സംഗതിയാണ്, അതിനൊരു ദേവതാ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ ആരാധിക്കുക പോലുള്ള കോൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത കോടാനുകോടി മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പൊതുവിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഭാരതാംബ എന്ന കോൺസെപ്റ്റ്. ശരിയാണ്, 1805 ഒരു നാടകത്തിൽ, നമ്മൾ ഹിസ്റ്ററി വായിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്, 1805 ഒരു നാടകത്തിലൂടെയാണ് ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ അഭിനേന്ദ്ര ചാറ്റർജി അദ്ദേഹം പടം വരയ്ക്കുന്നു. കുറച്ചു കാലം കൊണ്ട് കഴിയുമ്പോൾ 925 അത് നമ്മുടെ വിമോചന സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഊർജ്ജദായകമായ സംഗതിയായിരുന്നു ഇത്തരം ഇന്ത്യ നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞ വികാരം. അതുപോലും വിശ്വാസ സംബന്ധിയായിരുന്നില്ല, മറിച്ച് അത് നമ്മുടെ ഒരു ജന്മനാടിനെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ പോരാട്ടത്തിൽ എല്ലാവരെയും വികാരഭരിതമായി ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയുള്ള കോൺസെപ്റ്റാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSS 925 ഹെഡ്ഗേവാർ വന്നതിന് ശേഷം അതിൻ്റെ അന്ന് വരച്ച പടമേ മാറ്റി. അന്ന് അറിവ്, ശക്തി, ഭക്ഷണം പോലുള്ള സാധനങ്ങൾക്കുള്ള പ്രതീകവൽക്കരിച്ചിരുന്ന 4 കൈകളുണ്ടായിരുന്നു. RSS വന്നപ്പോൾ RSS ഒരു കൈയിൽ ഭഗവദ്ധ്വജം, പിന്നെയുള്ള അഖണ്ഡ ഭാരതം എന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ശ്രീലങ്കയും എല്ലാം അടക്കം ഈ ഇന്ത്യയുടെ ഭാഗം എന്ന കോൺസെപ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെയുള്ള ഒരു പടമാണ് RSS സ്വീകരിച്ചത്. എന്നിട്ട് RSS തന്നെ ഹിന്ദുത്വ ഐഡിയോളജിയുടെ തന്നെ ദേശീയ പ്രതീകമാക്കി അവതരിപ്പിക്കുകയും അതിനെ എല്ലാവരും വണങ്ങുക. പിന്നെ വന്ദേമാതരം എന്നുള്ള പാട്ടൊക്കെ വന്നല്ലോ. അപ്പോൾ അത് രാജ്യത്തിൻ്റെ പൊതുവായ സംഗതിയായിട്ടല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ ഭാരതാംബ എന്നുള്ള കോൺസെപ്റ്റിനെ മാറ്റി. അത് അംഗീകരിക്കാൻ എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നിപ്പോൾ പി പ്രസാദ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ഏതെങ്കിലും ബിംബങ്ങൾ രാജ്യത്തിൻ്റേത് മൊത്തമാണ്, സമൂഹത്തിൻ്റെ മൊത്തമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ കുമ്പിടാൻ കഴിയുന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ CPIയുടെ മന്ത്രിയായിട്ട് ജയിച്ച് MLA ആയിട്ട് ജയിച്ച് മന്ത്രിയായാലാണ്, നാളെ പൊതുപരിപാടികളിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ആശയം അരിവാളും നെൽക്കതിരും അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക കൊണ്ടുവന്നിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കൂ, അതിന് ബാക്കിയുള്ളവർ ഒന്ന് വണങ്ങണമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് വളരെ ഷാർപ്പായിട്ടുള്ള ചോദ്യമാണ്. ആർലേക്കർ RSSകാരനാണ്. RSSന് പലതരത്തിലുള്ള ബിംബങ്ങളുണ്ട്. RSS 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ നാഷണൽ ട്രൈ കളറിനെ അംഗീകരിച്ച ഒരു പ്രസ്ഥാനമല്ല. എത്രയോ കാലം കഴിഞ്ഞാണ് RSS നാഗ്പൂർ ആസ്ഥാനത്ത് കൊടി ഉയർത്തിയെന്ന് നമുക്കറിയാം. അതിന് മുമ്പും, അതായത് 947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കൊടി ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് ആഹ്വാനം ചെയ്ത്, അങ്ങനെ ഉയർത്താനേ പാടില്ല എന്ന് ആഹ്വാനം ചെയ്തവരാണ് RSSകാർ. അതുപോട്ടെ. അപ്പോൾ ആ RSSന് പല ബിംബങ്ങളും കാണും. അവരെ ഈ രാഷ്ട്രത്തിൻ്റെതാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന പല സിംബൽസും കാണും. അതിനെ എടുത്തുകൊണ്ട് വന്ന് രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ, അതും പി പ്രസാദ് പറയുന്നുണ്ട്, രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു 6 ഏക്കറുടേതല്ല. ഇന്നൊരു ആളവിടെ ഇരിക്കുന്നു, നാളെ വേറൊരാൾ ഇരിക്കുന്നു. ഇപ്പോൾ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ പി പ്രസാദിൻ്റെ അല്ല. ഇന്ന് പി പ്രസാദ് ഇരിക്കുന്നതിന് മുമ്പ് വേറെ ആൾക്കാരുന്നുണ്ട്, നാളെ വേറെ ആൾക്കാരിരിക്കും. ആത്യന്തികമായത് സർക്കാരാണ്, അത് നമ്മുടെ പൊതുജനത്തിൻ്റെ ആകെ ഒരിടമാണ്. അവിടെ സ്വന്തം ഐഡിയോളജി കൊണ്ടുവന്ന് കുത്തിത്തിരിക്കാൻ നോക്കിയാൽ അതിനോട് യോജിക്കാൻ കഴിയുന്നതാണ്. സർക്കാർ വളരെ ശ്ലാഘനീയമായ നിലപാട് അതിനോട് സ്വീകരിച്ചു. അവിടെ പോയി ഈ RSSൻ്റെ സിംബലിനോട് കുമ്പിടേണ്ടതില്ല. ഇപ്പോൾ ആ സംഘപരിവാർ അപ്പുറത്ത് പ്രചരിപ്പിക്കും, ഭാരതാംബയോട് പോലും സ്നേഹമില്ലാത്തവർ, അമ്മയെ ആദരിക്കാത്തവർ, ഭാരതാംബ എന്നുള്ള കോൺസെപ്റ്റിനെ
എന്താണ് നിരാകരിക്കുന്നതെന്നൊക്കെ പറയുമായിരിക്കും. അതിനൊന്നും ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭാരതാംബ എന്ന് പറയുന്ന ഇവരുടെ ഈ ഭഗവദ്ധ്വജം ഏന്തിയ ദേവതാ സങ്കല്പം RSSൻ്റേത് മാത്രമാണ്. സംശയമില്ല, RSSൻ്റേത് മാത്രമാണ്. അത് രാജ്യത്തിൻ്റെ ഒന്നാകെയല്ല. ഇതിന് മുൻപ് നമുക്കങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്, തുടക്കകാലത്ത്. അത് പക്ഷേ ഈ രാജ്യത്തെ ആകെ ഒന്നിപ്പിക്കുന്നതും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നതുമായിരുന്നു. ഇതങ്ങനെയല്ല. സോ അതുകൊണ്ട് അത് മാറ്റി നിർത്താനുള്ള തീരുമാനം ശ്ലാഘനീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.